നീ പട്ടരാന്ന് കരുതി ഞാൻ ഇഡ്ഡലി കഴിച്ച് എനിക്ക് മതിയായി. നീ പൊറോട്ടയും സാമ്പാറും കഴിച്ചോക്കെ നല്ല ടേസ്റ്റാ. ഇതില് മുട്ടയൊന്നും ചേരില്ലല്ലോ. ഇത് പ്യൂർ വെജിറ്റേറിയനാ. കണ്ടാ ഇതിൽ 5 എണ്ണം ഉണ്ട്. 3 എണ്ണം എനിക്ക്, 2 എണ്ണം നിനക്ക്. അത് വേണ്ട, അത്രയ്ക്ക് സൂക്ഷിക്കണ്ട. 2 എണ്ണം നിനക്ക്, 3 എണ്ണം എനിക്ക്. അവിടെ ഈ 2 പൊറോട്ട കഴിച്ചാൽ ഒരുമാതിരി പല്ലായി തീച്ച പോയ പോലെയാവും. അത് ആദ്യമേ ആലോചിക്കണമായിരുന്നു. നിന്റെ അടുത്ത് 6 എണ്ണം വാങ്ങിക്കല്ലേ ഞാൻ പറഞ്ഞത്. അതൊരു സിഗരറ്റ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ബാക്കി പൈസ ഉണ്ടായില്ല. അപ്പൊ ഞാൻ 5 പൊറോട്ട വാങ്ങിച്ചു. അപ്പൊ സിഗരറ്റ് വാങ്ങിച്ചു. ചായ വാങ്ങിച്ചില്ലേ? പിന്നെ 6 രൂപ വന്നിട്ട് നിനക്ക് ഞാൻ 6 പൊറോട്ടയും 2 തംസപ്പും 2 കിലോ പണം വാങ്ങിച്ചു തരടാ. ഇങ്ങനെ പ്രശ്നം അറിഞ്ഞ് എനിക്ക് എന്നെ കിട്ടില്ല കേട്ടോ. അപ്പുറത്തെ കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ട് ഹോസ്റ്റലില്. അവർക്ക് നമ്മളെയും നമുക്ക് അവരെ അറിയില്ലല്ലോ. അതില്ല, എന്നാലും അപ്പൊ ഇങ്ങനെ പൊറോട്ട സാമ്പാറിൽ നോക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് പരമാ നീ ആ ഫ്രിഡ്ജ് തുറന്ന് ഫ്രൂട്ട് സാലഡും ഐസ്ക്രീമും ഇങ്ങനെ എടുത്തോ. ഫ്രിഡ്ജോ? നിനക്ക് വട്ടായോ? വട്ടൊന്നുമല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഫ്രിഡ്ജ് തുറക്കുന്നവരൊന്ന് കാണിക്ക്. ഫ്രിഡ്ജ് തുറക്കുന്നതിന് എവിടെ നിന്നാണ് ഇത്രയും ശബ്ദം? തോൽക്കാലത്ത് ഫ്രിഡ്ജ് തുറക്കുമ്പോ ഇത്രയും സൗണ്ട് ഉണ്ടാവും. മതി. ഈ ലേറ്റസ്റ്റ് ഫ്രിഡ്ജൊക്കെ തുറക്കുമ്പോ എന്തൊരു ശബ്ദം അല്ലേ? ഫ്രിഡ്ജ് അടയ്ക്കല്ലേ? എക്സ്ക്യൂസ് മീ. ഞാൻ മയൂര ബാങ്കിൽ നിന്ന് ഒരു ലോണിന് അപ്ലൈ ചെയ്തിരുന്നു. അതിന്റെ വെരിഫിക്കേഷൻ വേണ്ടി വന്നതാ. ലോണോ? ശ്രീദേവി മെറ്റൽസിന്റെ ഓഫീസ് ഇതല്ലേ? അതാണ്. ഒന്ന് നിന്നേ. മിസ്റ്റർ അനന്തപത്മനാഭൻ. ഏത് അനന്തപത്മനാഭൻ? മെറ്റൽ ഇൻഡസ്ട്രീസ് അല്ലേ? എന്നൊക്കെ പറയും, പക്ഷെ എനിക്കൊന്നും വരെ തോന്നിയിട്ടില്ല. അതിന്റെ പ്രൊപ്പറേറ്റർ അനന്തപത്മനാഭൻ. ഓഹോ, നമ്മുടെ അനന്തു. അവൻ 50 ലക്ഷം രൂപയുടെ ഓർഡർ കിട്ടിയിട്ട് ഫാക്ടറിയുടെ കാര്യത്തിന് വേണ്ടി പോയിരിക്കാണെന്ന് ആര് വന്നാലും എന്നോട് പറയാൻ പറഞ്ഞേക്കണേ. പക്ഷെ ഞാനത് എങ്ങനെ ചേട്ടനോട് പറയും? കടക്കാരെ പേടിച്ച് മുങ്ങിയിരിക്കണം അവൻ. നേരെ ചോൻ ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായെന്ന് ചേട്ടൻ അറിയാമോ? ആട്ടെ, ചേട്ടൻ എത്ര തരാണ്ട്? അല്ല, ഞാൻ ഒന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. ബാങ്കിൽ നിന്ന് ഒരു ലോണിന്. അതെ, ഒരുപാട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ പറ്റാണ്ട് അവൻ തെണ്ടി തിരിഞ്ഞ് കിടക്കാ. ഇപ്പൊ ഒരു ബാങ്കിൽ നിന്ന് ലോൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആള് എപ്പോഴാ വരാന്ന് ആർക്കും അറിയില്ല. ആരെങ്കിലും വന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഓഫീസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്കണോ. കാശ് കിട്ടിയ കടകളെല്ലാം നമുക്ക് കിട്ടാം. അപ്പോ ഇമ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് എന്ത്? ചരക്കുകളെ. ചരക്കുകളി ലുണാമി നിന്നോ നാളെ എത്തുന്നു പറയുന്നു. കൂടാതെ കണ്ട് ഇന്ന് അവരൊരു ചരക്കിന് ഞാൻ കണ്ടിട്ടില്ല. പേരിനൊരു ചരക്ക് വിടണേ അതിനെ വിറ്റ് ഞാൻ കാശ് മേടിച്ചേനെ. സൈറ്റ് എവിടെയാ? എന്ത് പണി നടക്കുന്ന സ്ഥലം? ചരക്കുകളിൽ പണി നടക്കൂ, അതിനിവിടെ ചരക്കുകളില്ല. കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞ സന്തോഷം. എന്നെ കൊണ്ട് ഇത്രക്കല്ലേ ചെയ്യാൻ പറ്റൂ. മിസ്റ്റർ അനന്തപത്മനാഭൻ വരുമ്പോ ബാങ്കിൽ നിന്ന് ഒരാൾ അന്വേഷിച്ചു വന്നിരുന്നു. ശരി. ലോൺ ചരക്കുകൾ എത്ര വേണമെങ്കിലും ലോണിന്റെ ആളായിരുന്നു. നീ എന്നെ നശിപ്പിച്ച അടങ്ങുമല്ലേ? ആരുടെയൊക്കെ കയ്യും കാലം പിടിച്ച ആ ബാങ്ക് ലോൺ ശരിയാക്കിയെന്നറിയോ? വീടും പറമ്പും പണയം വെച്ച ഈ പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. ഇനി ഇതും കൂടെ പൊളഞ്ഞ വിധിയാന്ന് കരുതുക. ഒറ്റ ചവിട്ട് വെച്ചാണല്ലോ പറയണ കേട്ടോന്ന്. ഞാൻ നിന്നെ ചതിച്ചു. അയാൾക്ക് എന്താ ഞാൻ ബാങ്കിലെ മാനേജറാണ്, ലോണിന്റെ കാര്യത്തിന് വന്നെന്ന് എന്നോട് പറഞ്ഞെന്താ? ഈശ്വര, ഇങ്ങനെ ഒരു കഴുതയാണല്ലോ ഞാൻ എന്റെ പ്യൂണായിട്ട് വെച്ചിരിക്കുന്നത്. അതെ, ഞാൻ കഴുതിയാണ്. എനിക്ക് എന്റെ ശമ്പളം കിട്ടണം. ഞാൻ പിരിഞ്ഞു നോക്കോളാം. കഴിഞ്ഞ 5 വർഷമായിട്ട് ശമ്പള പൈസ 10 രൂപ എനിക്ക് തന്നിട്ടില്ലല്ലോ. എനിക്ക് എന്റെ ശമ്പളം എപ്പോ തരുന്നത് ആ നിമിഷം ഞാൻ ഈ പടി ഇറങ്ങിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഈ ജന്മത്തിൽ പടി ഇറങ്ങേണ്ടി വരില്ല. എന്തോ ഫണ്ട്സ് വരട്ടെ പരമാ. ഫണ്ട്സ് വരാതിരിക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അനന്തു. എനിക്ക് വിസയ്ക്കുള്ള ബാക്കി കാശ് കിട്ടിയാണ് വിസക്കാരന് കൊടുക്കാൻ. ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലടാ. ഓരോരുത്തർ ഡീൽ ചെയ്യാൻ ഓരോ പ്രത്യേക സ്റ്റൈലുണ്ട്. കടക്കാര് വരുമ്പോ പഞ്ഞമാണ്, കടമാണ്, ദാരിദ്ര്യമാണ് എന്നെല്ലാം നീയല്ല എന്നോട് പറയാൻ പറഞ്ഞേക്കണേ. എന്ന് കരുതി ബാങ്ക് ലോൺ തരാൻ വരുന്ന ഓഫീസറോട് അങ്ങനെ പറയാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ബാങ്കിൽ ഓഫീസർ ബോർഡൊന്നും എഴുതി ഒട്ടിച്ച് വരുന്നില്ലല്ലോ. ഇത്ര രാവിലെ ബാങ്കിൽ ആളുകൾ കെട്ടിയിരിക്കുന്ന എനിക്കറിയോ. അങ്ങനെ അവർക്ക് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. വെളുപ്പാങ്കാലത്തും പാതിരാത്രിയിലും ഒക്കെ വരും നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ. നീ ഒന്നുകൂടെ ഉണർന്ന് പ്രവർത്തിക്ക് പരമാ. ഞാൻ ഇനി ഒരു 3:30 ഉണരാടാ. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കാം. ആ ജനറൽ മാനേജർ ഒന്ന് കണ്ട് കാല് പിടിച്ച് നോക്കട്ടെ. നിനക്ക് ഞാൻ ജനറൽ വാർഡിൽ ഒരു റൂം ബുക്ക് ചെയ്തേക്കാം. വിഷ് ഓൾ ദി ബെസ്റ്റ്. യെസ്, കമിങ്. വെളുപ്പാങ്കാലത്തും പാതിരാത്രിയിലും ഒക്കെ അവര് വന്നെന്നിരിക്കും. നീ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്ക് പരമാ. മിസ്റ്റർ അനന്തപത്മനാഭൻ, പ്ലീസ് ഇരിക്കൂ സാർ. വേണ്ട, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടാ മതി. ഓഹോ, ഇത് ഓഫീസർ തന്നെ. ഒരു കടക്കാരൻ ഇത്ര ഡീസന്റ് ആയിട്ട് സംസാരിക്കില്ല. വരണ സാർ, ഇരിക്കൂ. പ്ലീസ് ടേക്ക് യുവർ മൈ സീറ്റ്. താങ്ക് യു. ഓഫീസിൽ ആര് വന്നാലും ഇരുത്തി ട്രീറ്റ് ചെയ്യണമെന്നാണ് അനന്തൻ സാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? അൺസേക്കബിൾ സാർ. ബിസിനസ്സിൽ കേറാൻ മൊത്തം കീഴ്പ്പെടുത്തിരിക്കുകയാണ് അനന്തൻ സാർ. ഓഹോ. യെസ് സാർ. ഒരു ഗ്ലാസ് ഗ്രേപ്പ് ജ്യൂസ് എടുക്കട്ടെ സാർ? ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത്.
നോ താങ്ക്സ്. ഓക്കെ, ഞാൻ രക്ഷപ്പെട്ടു. അല്ല, പുള്ളി ഒരുപാട് പേർക്ക് കാശ് കൊടുക്കാണ്ടെന്ന് ഞാൻ കേട്ടല്ലോ. എവിടെ? ഇതൊക്കെ ഇൻകം ടാക്സ് ഓഫീസർമാരിന്ന് രക്ഷപ്പെടാനുള്ള നമ്പർ അല്ലേ അനന്ത സാറിന്റെ? ആട്ടെ, നിങ്ങൾക്ക് ശമ്പളം കറക്റ്റ് ആയിട്ട് തരാറുണ്ടോ? ആ സ്വപ്നം ഞാൻ എന്നെ അറുത്ത് കളഞ്ഞു സാർ. അതെന്താ? ഇപ്പൊ ഞാൻ ചായ കുടിക്കാൻ പുറത്തു പോയാൽ അവൻ 10,000 വരും പരിപ്പട വാങ്ങിച്ചു നളം പറഞ്ഞ്. അങ്ങനെ ഒരു സ്പെഷ്യൽ മെന്റാലിറ്റിയാ. ആ സാർ, ബാങ്ക് ബാലൻസ് മാത്രല്ല കേട്ടോ, അവനിപ്പോ കിടക്കാൻ പോലും സ്ഥലമില്ല. അവന്റെ വീട്ടിൽ ഈ കിടക്കയിൽ മൊത്തം പൈസ വിരിച്ചു വെച്ചിരിക്കുക. ഇപ്പൊ തന്നെ 500 നോട്ടാണ് സാർ അവൻ തലയോണിക്ക് വരെ ഉപയോഗിക്കുന്നത്. ഒരു രസം കേൾക്കണം സാർ, ഒരു ദിവസം രാത്രി തിരിച്ചു വരുമ്പോ അവനെ കുറച്ച് കശ്മലന്മാർ കഴുത്ത് ഞെരിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ആ ഇപ്പൊ അവൻ ഇതിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ജൂഡോ കരാട്ടെ കുംഫൊക്കെ പഠിച്ചോണ്ടിരിക്കാൻ കേട്ടോ. എങ്ങനെയുണ്ട്? ഈശ്വര, കൊളായിന്നാ തോന്നണേ. എന്തായാലും നമ്മുടെ ശരീരം വെടക്കാക്കണ്ട, അവര് തല്ലിട്ട് ചാവട്ടെ. എന്റെ കാശിനോ നീ വിടത്തില്ല. ആര് പറഞ്ഞിട്ടാ നിങ്ങളോട് കേറിയതാ? അവൻ ഇങ്ങോട്ട് ഇറക്കി വിടല്ലേ. യവനെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. താൻ മര്യാദയ്ക്ക് പുറത്തു പോകുന്നുണ്ടോ? അവനെ കൊണ്ട് ഞാൻ ഇന്ന് പോകത്തുള്ളൂ. ഇറങ്ങി വാ ഇവിടെ. നീ എവിടെ ഒളിച്ചിരുന്നാലും ഞാൻ നിന്നെ പൊക്കോളാം. താൻ പുറത്തു പോകുന്നുണ്ടോ? ഇല്ല, ഇപ്പഴേ ആളെ വിളിച്ചു കൂട്ടും. ആളെ വിളിച്ചു കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് ലേഡീസ് ഹോസ്റ്റലാണ്. ലേഡീസ് ഹോസ്റ്റലാണ് ആണിനെ കയറ്റി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇറങ്ങി വാടാ. എടാ, ഞാൻ അങ്ങോട്ട് വന്ന് നിന്നെ ഇങ്ങോട്ട് പിടിച്ചിറക്കാൻ മേലാഞ്ഞിട്ടല്ലടാ. തള്ളെ, ഇംഗ്ലീഷ് പറഞ്ഞ് എന്നെ പേടിപ്പിക്കരുത്. ഇതുപോലെ ഞാൻ കുറച്ച് കണ്ടിട്ടുള്ളതാ. ഇനി ബഹളം ഉണ്ടാക്കാൻ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. പോലീസല്ല, ഇനി പട്ടാളം വന്നാലും എനിക്കുമില്ല. എനിക്കല്ലേ കാശാ വരുത്. ഇറങ്ങി വാടാ. എടാ, ഇറങ്ങി വരാനാ പറഞ്ഞേ. നിന്നെ എടുത്തോളാ, എടുത്തോളാം. അവന്റെ ഒരു അഭ്യാസേ. ഈ തള്ളയ്ക്ക് രാവും പകലൊന്നുമില്ല, ഒടുക്കത്തെ വച്ചിയാ. ഇനി എപ്പോഴാ പീസ്ഫുൾ ആയിട്ടൊന്ന് ഉറങ്ങാൻ പറ്റാ? അവിടത്തെ ബഹളമൊക്കെ സഹിക്കാം, ഇവിടത്തെ വാർഡൻ ഔവേ ഷൺമുഖിയെ സഹിക്കാൻ പറ്റാത്തത്. അതെ അതെ. കിടന്നുറങ്ങിയില്ലേ ഇതുവരെ? മണി 10 ആയല്ലോ. ആ, ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങിക്കേ. ശരി. ആ, പോയി കിടക്ക. കിടക്കുവാ. കിടന്നോളാൻ. കിടന്നു. തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഈ കടക്കാരെ പേടിച്ചിട്ടാ. ഞാൻ ഈ ശ്രീദേവി മെറ്റൽസിന്റെ MD-യാ. ഇയാള് ഡ്രസ് ചേഞ്ച് ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ പോലീസിൽ പിടിച്ചെടുക്കും. എന്താ അവിടെ ഒരു ബഹളം? ചോദിച്ചത് കേട്ടില്ലേ? ഒന്നുമില്ല മാഡം. എഴുന്നേക്കണോ? എഴുന്നേറ്റ് പോകാൻ. ഞാൻ ഈ നൈറ്റ് നാളെ തരാം കേട്ടോ. ഇനി നിന്റെ കാശൊന്നും നിങ്ങൾക്ക് വേണ്ട. മേലാരും പറ്റിക്കാത്ത അവസ്ഥയിലാക്കണമെന്നുള്ളൂ. എന്താ എന്താ കാര്യം? എന്തിനാ ഞാൻ തല്ലുന്നേ? മാഡം അവനറിയോ? അറിയാം. കാശ് കടം വാങ്ങിച്ചിട്ട് മുങ്ങി നടക്കുകയാണ് കള്ള റാസ്കൽ. അത് നിർത്ത്. ഇയാൾ എത്ര കാശാ തരാനുള്ളതെന്ന് വെച്ചാ ഞാൻ തരാം. അല്ല പെങ്ങളെ, ഇവൻ നിങ്ങൾക്ക് കാശ് കിട്ടിയാ പോരെ? ദാ, ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ അഡ്രസ്. നാളെ വന്ന് കാശ് വാങ്ങിച്ചോളൂ. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. കൈവച്ച ബിസിനസ് എല്ലാം നഷ്ടത്തിലായി. കടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗവും കാണാത്തോണ്ട ഇങ്ങനെ ഓരോ പച്ചക്കള്ളങ്ങള്. എന്തർത്ഥത്തിലാ ഇവരുടെ കടം ഏറ്റെടുത്തത്? ചില്ലറ കാശൊന്നുമല്ല. ഇതുകൊണ്ടൊന്നും എന്റെ കടം തീരാനും പോകുന്നില്ല. വേണമെങ്കിൽ ഒരു പുതിയ കടക്കാരി കൂടിയായെന്ന് വിചാരിക്കാം. ബദരയും മോഗയുമായ ഭാവി വധുവായിട്ട് എന്നെ അവതരിപ്പിച്ചില്ലേ?
ആ കഥാപാത്രം തരുന്ന സ്ത്രീധനമായിട്ട് ഇതിനെ കണ്ടാ മതി.